എൻ്റെ പേര് സംഗീത. ഞാൻ ഇന്ന് കൂട്ടുകാരോട് ഡയോഡ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഡയോഡ്സ്? ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കോമ്പണന്റ്, ഒരു ഡിവൈസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതാണ് ഡയോഡ്സ്. ഡൈ എന്നാൽ ഗ്രീക്കിൽ രണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ എന്തോ രണ്ട് സാധനങ്ങൾ ചേർത്തിട്ടുള്ളതാണ് ഈ ഡയോഡ്സ്. അതെന്താണ് എന്നൊക്കെ ഉള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഡയോഡ്സ്, വാട്ട് ആർ ദേ? അതെന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹൗ ഡു ദേ വർക്ക്, പലതരം ഡയോഡ്സ് ഏതൊക്കെയാണ്, ഈ ഡയോഡ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ അതിന്റെ ചില ആപ്ലിക്കേഷൻസ്, എവിടെയാണ് യൂസ് ചെയ്തതെന്നുള്ളതിന്റെ നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന ചില സിമ്പിൾ എക്സ്പെരിമെന്റ്സും ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും വീട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമായ എക്സ്പെരിമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡയോഡ്സിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ നമുക്ക് പരിചിതമായ വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. മെറ്റീരിയൽസ് പലതരങ്ങളുണ്ടല്ലേ. കണ്ടക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഫാനിനും ലൈറ്റിനും ഒക്കെ കണക്ഷൻ പോകുന്നത് വയറിൽ കൂടെയാണ്. അപ്പൊ അത് എന്ത് തരം വയറാണ്? കോപ്പർ വയർ ആയിരിക്കാം അല്ലെ. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വശത്ത് കാണുന്ന നമ്മുടെ വുഡ് അല്ലെങ്കിൽ മരകഷ്ണം, തടി കഷ്ണം, റബ്ബർ, പ്ലാസ്റ്റിക്, ഇവയെല്ലാം കറണ്ടിനെ കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്? അത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നില്ല, അതിൽ കൂടെ നമുക്ക് കറണ്ട് ഫ്ലോ നടക്കില്ല. കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോയാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സിലൂടെ സാധ്യമല്ല. എന്നാൽ കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, അതുകൊണ്ട് അത് ഇലക്ട്രിക്കൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഡയോഡ്സ് എന്ന് പറഞ്ഞ ഡിവൈസസ് ഇത് രണ്ടിലും രണ്ട് കാറ്റഗറിയിലും പെടുന്നതല്ല. എന്നാൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ ഇലക്ട്രിക്കൽ കറണ്ടിനെ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഒരു തരം സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അതിനുള്ള ചില മെറ്റീരിയൽസിന്റെ പേര് കൂടെ ഞാനിവിടെ പറയാം. നിങ്ങൾ പലതും കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. സിലിക്കൺ, ജെർമേനിയം, ചിലതൊക്കെ രണ്ട് എലിമെന്റ്സ് ചേർന്നതായ ഗാലിയം ആർസനൈഡ്, ഇങ്ങനെയൊക്കെയുള്ള പല എലിമെന്റ്സിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഡയോഡ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ വിഭാഗത്തിൽ പെടുന്ന ഒരു ഡിവൈസാണ്. സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അതിനകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ഇലക്ട്രോൺസ് എവിടെയാണ് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോൺസ് ഇതിന് ചുറ്റുമായിട്ട് ഓർബിറ്റിലാണ് സഞ്ചരിക്കുന്നത്. ഒരു ഭ്രമണപഥമുണ്ട്, അതിലാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ ഏറ്റവും പുറമേയുള്ള ഓർബിറ്റിന്റെ പേരാണ് വാലൻസ് ഓർബിറ്റ്. എന്താണ് വാലൻസ് ഓർബിറ്റ്? അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ വാലൻസ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട് എന്നതിന് അനുസരിച്ചിരിക്കും ഇത് കണ്ടക്ടർ ആവുമോ ഇൻസുലേറ്റർ ആവുമോ എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് 8 ഇലക്ട്രോൺസ് ഈ വാലൻസ് ഓർബിറ്റിൽ ഉണ്ടെങ്കിൽ ആ വസ്തു സ്റ്റേബിൾ, ആ ആറ്റം സ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം ഈ വാലൻസ് ഇലക്ട്രോൺ 8ൽ കുറവാണെങ്കിൽ അത് ബാക്കിയുള്ളിടത്തുനിന്ന് ഇലക്ട്രോൺ വാങ്ങാനോ വളരെ കുറവ്, അതായത് 1 ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ ഉണ്ടെങ്കിൽ അത് സ്വയം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനോ ശ്രമിക്കും. അപ്പോൾ കണ്ടക്ടേഴ്സ് അപ്പൊ എങ്ങനെയായിരിക്കാം? കണ്ടക്ടേഴ്സിന് വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും വാലൻസ് ഓർബിറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ഈ 3 ഇലക്ട്രോണിനെയും കൂടെ ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഇലക്ട്രോണിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പുറത്ത് കളയാൻ ശ്രമിക്കും. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? ഫ്രീ ഇലക്ട്രോൺസ് ആവുമ്പോൾ അതിന് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഇൻസുലേറ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ആറ്റം. അതിനുമുണ്ട് വാലൻസ് ഓർബിറ്റ്. ഈ വാലൻസ് ഓർബിറ്റിൽ പക്ഷെ എത്ര ഇലക്ട്രോൺ കാണും? 8 എണ്ണം ഓൾറെഡി കാണും. അപ്പൊ അത്
സ്റ്റേബിൾ ആറ്റമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യമില്ല, എടുക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് അത് കറണ്ടിനെ പൂർണ്ണമായും പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സെമി കണ്ടക്ടർ എന്താണെന്ന് മനസ്സിലാവും. കണ്ടക്ടറുമല്ല, ഇൻസുലേറ്ററുമല്ല. അപ്പൊ അങ്ങനെയുള്ളതിന് ഇതുപോലെ ആറ്റം, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഭ്രമണപഥത്തില് സഞ്ചരിക്കുന്നുണ്ടാവും. അതിന്റെ ഏറ്റവും പുറമേയുള്ള ബാലൻസ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺ ഉള്ളതിനെയാണ്, ഇതെല്ലാം ഇലക്ട്രോൺ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്, ഈ 4 ഇലക്ട്രോൺ ഉള്ളതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ 4 കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു 4 വാങ്ങാനോ ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ ചില കണ്ടീഷനുകളിൽ ഇത് കണ്ടക്ട് ചെയ്യാം. അതിനെയാണ്, രണ്ടിനും ഇടയിലുള്ള ഒരു കണ്ടക്ഷൻ ഉള്ളത്, അതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നതാണ് ഡയോഡ്സ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, ഇപ്പൊ ഇനി നമ്മൾ ഇത്രയും നേരം ഡയോഡ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡയോഡ്സ്? ഞാനൊന്ന് കാണിക്കാം. ഈ കാണുന്നതാണ് ഒരു ഡയോഡ്. ചെറിയൊരു കോമ്പണന്റ് ആണ് അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ വലിയ എന്തോ കാര്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊരു ചെറിയ കോമ്പണന്റ് ആണ്. ഇതിന് പ്രത്യേകതരമായ ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയർ എങ്ങനെ ഉണ്ടാവുന്നു, അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഇതിനെ ഉപയോഗിക്കാം എന്നാണ് നമുക്ക് ഇനി കാണേണ്ടത്. അങ്ങനെ ആ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളൊരു പ്രക്രിയ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഡോപ്പിംഗ്. അതായത് സിലിക്കൺ ജെർമേനിയം. ഇതിനകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, അതായത് ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 വീതമാണുള്ളത് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കൂ, 1, 2, 3, 4. അതുപോലെ തന്നെ ജെർമേനിയത്തിനും 1, 2, 3, 4. ഈ 4 ബാലൻസ് ഓർബിറ്റിലാണ് ഈ ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനായിട്ടുള്ള പാകത്തിനുള്ള ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ് കണ്ടക്ടിവിറ്റി കൂടുന്നത്. അത് ചെറിയ ടെമ്പറേച്ചറൊക്കെ കൂടുമ്പോഴത്തേക്കും നിന്ന് ഇലക്ട്രോൺസിന് വിട്ടുപോരാൻ പറ്റും ഈ ബാൻഡിൽ നിന്ന്. അങ്ങനെയാണ് അത് ഫ്രീ ഇലക്ട്രോൺസായി കറണ്ടിന് സഞ്ചരിക്കാനാവുന്ന ഒരു പരുവത്തിലാവുന്നത്. പക്ഷേ അത് നോർമൽ ടെമ്പറേച്ചറിലോ റൂം കണ്ടീഷനിലോ ഈ കണ്ടക്ടിവിറ്റി വളരെയധികം കുറഞ്ഞിരിക്കും. അതായത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ നമ്പർ വളരെയധികം കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്കത് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിനൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ വരും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കാനായിട്ട് ഡോപ്പിംഗ് എന്നൊരു പ്രക്രിയ ചെയ്യും. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ അഥവാ ജെർമേനിയം ക്രിസ്റ്റൽസിലേക്ക്, ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിലിക്കൺ ക്രിസ്റ്റൽ ആണെങ്കിൽ അതിൽ സിലിക്കൺ ആറ്റംസ് മാത്രമേ കാണുകയുള്ളൂ, ജെർമേനിയം ക്രിസ്റ്റൽ ആണെങ്കിൽ ജെർമേനിയം ആറ്റംസ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുതിയതായി ഒരു ആറ്റത്തിനെയും കൂടെ കൊണ്ടുവരും. ഇവിടെ കണ്ടതുപോലെ ഒരു ഫോസ്ഫറസ് ആറ്റത്തിനെ ഞാൻ ഈ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക്, ഒരു ഫോസ്ഫറസ് ആറ്റം അല്ല, കുറേ അധികം ഫോസ്ഫറസ് ആറ്റം ഞാൻ ഈ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്യുകയാണെന്ന് കരുതുക. ഇവിടെ എന്താ സംഭവിക്കുക? സിലിക്കണിന് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 4 ഉണ്ട്. ഫോസ്ഫറസിന് എത്രയുണ്ട്? 1, 2, 3, 4, 5 ഉണ്ട്. 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അതിനെ എന്താണ് വിളിക്കുന്നത്? പെൻറ്റാവാലന്റ് ആറ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 2 പേരുടെ ആവശ്യം എന്താണ്? ബാലൻസ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ രണ്ടിനും സ്റ്റേബിളായി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഇവർക്ക് തമ്മിൽ ഈ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാം അല്ലേ? അപ്പോൾ സിലിക്കണിൻ്റെ 4 ഇലക്ട്രോൺ ഫോസ്ഫറസിനും കൊടുക്കും. ഫോസ്ഫറസിൻ്റെ എത്ര എണ്ണം കൊടുക്കണം? 4 കൊടുത്താൽ മതിയാവും അല്ലേ? അപ്പോൾ രണ്ടിനും കൂടെ ചേർത്ത് 8 ഇലക്ട്രോൺ ആവും. ബാക്കി വരുന്ന ഇലക്ട്രോൺ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറേ അധികം ഫോസ്ഫറസ് ആറ്റം നമ്മൾ സിലിക്കണിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ അധികം ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. ഫ്രീ ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാം അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. ജെർമേനിയം ആറ്റത്തിലേക്ക് നമ്മൾ ഈ ബോറോൺ എന്ന് പറഞ്ഞ ആറ്റത്തിനെ, അതിൻ്റെ ഒരു കുറച്ചധികം നമ്പേഴ്സിനെ നമ്മൾ ജെർമേനിയം ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഒരു ജെർമേനിയം ആറ്റം, ഈ ജെർമേനിയം ക്രിസ്റ്റലിൽ കുറേ അധികം ജെർമേനിയം ആറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ജെർമേനിയത്തിലുണ്ട് 4 വാലൻസ് ഇലക്ട്രോൺ. പക്ഷേ ഈ ബോറോണിൽ എത്രയാണ് വാലൻസ് ഇലക്ട്രോൺ? നിങ്ങൾ നീ കൗണ്ട് ചെയ്ത് പറയൂ. 1, 2, 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള 3 വാലൻസ് ഇലക്ട്രോൺ ഇത് റെഡിയാണ് ജെർമേനിയമായിട്ട് ഷെയർ ചെയ്യാൻ. അതുപോലെ ജെർമേനിയം അതിൻ്റെ 4 വാലൻസ് ഇലക്ട്രോൺ ബോറോണുമായിട്ടും ഷെയർ ചെയ്യും. അപ്പോൾ
എത്രയായി? 2 പേർക്കും ചേർത്ത് 7 വാലൻസ് ഇലക്ട്രോൺ ആയി അല്ലേ? അപ്പോൾ ജെർമേനിയത്തിനും 7 വാലൻസ് ഇലക്ട്രോൺ അവകാശപ്പെടാം, ബോറോണിനും 7 വാലൻസ് ഇലക്ട്രോൺ. പക്ഷെ ഇനിയും ഒരു ഇലക്ട്രോൺ ഇരിക്കാനുള്ള ഒരു വേക്കൻസി ഇവിടെ ഉണ്ടല്ലേ? കാരണം നമുക്ക് 8 വാലൻസ് ഇലക്ട്രോൺ ആണ് ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ വേണ്ടത്, വാലൻസ് ഓർബിറ്റിൽ വേണ്ടത്. അപ്പോൾ ഇപ്പോഴും 7 ഇലക്ട്രോണേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിനുള്ള വേക്കൻസി, വേറെ എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോൺ സഞ്ചരിച്ച് വന്നാൽ അതിനൊരു സീറ്റ് കൊടുക്കാനുള്ളൊരു വേക്കൻസി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള സെമി കണ്ടക്ടറിലുണ്ട്. ഈ വേക്കൻസി നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹോൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥ ഹോളാണ്, അതും ഒരു ചാർജ് കാരിയർ ആണ്. കാരണം എന്താ? ഇതിനകത്ത് ഈ 2 ആറ്റം ചേർത്ത് ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം ഇതുപോലത്തെ വേക്കൻറ്റ് സ്പേസസ് കാണും അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോൺസ് ദൂരെ സഞ്ചരിച്ച് വരുമ്പോൾ ഈ ഹോൾസിലേക്ക് അതിന് വന്ന് വീഴാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹോൾസും ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ തരത്തിലുള്ള ഇലക്ട്രോൺസ് കുറവായത് കാരണം വേക്കൻസി കൂടുതലുള്ള സെമി കണ്ടക്ടറിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. ഹോൾസും ഇലക്ട്രോൺസിനെയും കുറിച്ച് നിങ്ങൾക്ക് ഒരു പിക്ചർ വഴി ഒരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനാണ് ഞാൻ ഈ ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ബ്ലാക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന മാർബിൾസിനെയൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രോൺസ് ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇല്ലാതിരിക്കുന്നതിന് എന്താ വിളിക്കുന്നത്? അതിനെ ഒരു ഹോൾ എന്ന് വിളിക്കുന്നു. ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഈ ബ്ലാക്ക് മാർബിൾ ഈ ഹോളിലേക്ക് മാറി വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ടായി? ഇപ്പം അതിരിക്കുന്ന സ്ഥലത്തൊരു ഹോളുണ്ടായി, നേരത്തെ ഇരുന്ന ഹോള് ഒരു ഇലക്ട്രോൺ വന്ന് നിറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ അടുത്ത ഇലക്ട്രോൺ, ഈ രണ്ടാമതിരിക്കുന്ന ഇലക്ട്രോൺ ഇവിടെ ഒരു ഹോൾ ഉണ്ടായതിലേക്ക് വന്നു കഴിയുമ്പോൾ ഹോൾ വലത്തെ വശത്തേക്ക് മൂവ് ചെയ്യുകയും ഇലക്ട്രോൺ ഇടത്തെ വശത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷനിൽ പോകുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹോള് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇലക്ട്രോൺസ് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഹോൾസ് എന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കാനാണ് ഈ പിക്ചർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പി ടൈപ്പ് ഹോൾസ് ഉള്ള പി ടൈപ്പ് സെമി കണ്ടക്ടറും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഈ ഡയോഡ് ഉണ്ടാവുന്നത്. ഇനി പി ടൈപ്പ് സ്ഥലത്തിനെ നമ്മൾ ഡയോഡിൻ്റെ ആ ഭാഗത്തെ നമ്മൾ ആനോഡ് എന്നാണ് വിളിക്കുന്നത്. ആനോഡ്, ANODE, ആനോഡ് എന്നാണ് ഈ പി ടൈപ്പ്, അതായത് ഹോൾസ് കൂടുതലുള്ള ഭാഗത്തെ വിളിക്കുന്നത്. അതേസമയം ഇലക്ട്രോൺസ് കൂടുതലുള്ള ഭാഗത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കാത്തോഡ് എന്നാണ്. നെഗറ്റീവ് ചാർജസ്, അതായത് ഇലക്ട്രോൺസ് കൂടുതലുള്ള ഭാഗത്തിനെ നമ്മൾ കാത്തോഡ് എന്ന് വിളിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയോഡിന് ഒരു പ്രത്യേകതരമായ ഒരു ബിഹേവിയർ ഉണ്ട്, ഒരു സ്വഭാവമുണ്ട്. നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. റെസിസ്റ്റൻസ് വെക്കുമ്പോൾ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കുറയുന്നു. കപ്പാസിറ്റർ ആണെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് കാണിക്കുന്നത്. അതുപോലെ ആവശ്യാനുസരണം അത് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഡയോഡിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ടിനെ പോകാൻ അനുവദിക്കുന്നത്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് കറണ്ടിനെ പോകാൻ അനുവദിക്കും. എന്നാൽ കാത്തോഡിൽ നിന്ന് ആനോഡിലേക്ക് കറണ്ടിനെ പോകാൻ അനുവദിക്കില്ല. അവിടെ ഒരു സ്റ്റോപ്പാണ്, ഈ ഡയറക്ഷനിൽ കറണ്ടിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ടിനെ പോകാൻ അനുവദിക്കുകയുള്ളൂ. അതാണ് ഡയോഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരു സർക്യൂട്ടിൽ ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രം കറണ്ട് സഞ്ചരിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പണൻ്റാണ് ഡയോഡ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പലതരം ഡയോഡ്സിൻ്റെ പടങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ചിത്രത്തിൽ കണ്ട പോലെ ഈ ഭാഗത്തിനെ, അതായത് ഈ ഓറഞ്ച് കളർ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആനോഡ്, അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ട്, അല്ലെങ്കിൽ പി ടൈപ്പ് ഓഫ് ദ ഡയോഡ്, പി സൈഡ് ഓഫ് ദ ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് മാർക്കിംഗ് കാണുന്നതിനെയാണ് നമ്മൾ എൻ ടൈപ്പ് ഓഫ് ദ ഡയോഡ്, അല്ലെങ്കിൽ കാത്തോഡ് ഓഫ് ദ ഡയോഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കാണുന്നതിൽ മാർക്കിംഗ് കണ്ടോ, ഒരു സിൽവർ കളർ മാർക്കിംഗ് ആണ് അതിൻ്റെ കാത്തോഡിനെ കാണിക്കുന്നത്. ഈ ഇരിക്കുന്ന ഡയോഡ്സിൻ്റെ എല്ലാം ബ്ലാക്ക് കളർ മാർക്കിംഗ് സൈഡ് എല്ലാം ആനോഡാണ്, സിൽവർ കളർ മാർക്കിംഗ് എല്ലാം കാത്തോഡാണ്. അപ്പോൾ നമുക്കൊരു ഡയോഡ് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കേണ്ടതാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ധാരാളമായി കാണുന്നത് എന്താണ്? ഹോൾസ് ആണ്.
അതേസമയം എൻ ടൈപ്പിൽ കാണുന്നത് കൂടുതലായി ഇലക്ട്രോൺസ് ആണ്. തൊട്ടടുത്ത് ഈ രണ്ട് പി ടൈപ്പും എൻ ടൈപ്പും ചേർത്ത് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ വന്ന് ഈ ഹോളിലേക്ക് ചേരാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ തൊട്ട് ജംഗ്ഷൻ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ. ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പിന്നെ ഫ്രീ ആയിട്ട് ചാർജ് കാരിയേഴ്സ് ഉണ്ടോ? ഇവിടെ ഹോൾ ഇല്ല, കാരണം ഹോളും ഇലക്ട്രോണും കൂടെ അവിടെ ചേർന്ന് കഴിഞ്ഞു. ഇനിയുള്ള ഹോൾസ് ഒക്കെ ഇവിടെയാണുള്ളത്. പക്ഷെ ഇവിടെ ഹോൾ എന്തെങ്കിലും ഫ്രീ ഉണ്ടോ? ഇല്ല, കാരണം ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഈ എൻ ടൈപ്പ് റീജിയനിലുള്ള ഇലക്ട്രോൺസ് ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞു. അപ്പൊ ഇവിടെ പക്ഷെ ഇതേ സമയം ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ ഞാനിപ്പോ നെഗറ്റീവ് ടെർമിനലാണ് ബാറ്ററിയുടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ ഇവിടെ പോസിറ്റീവ് ടെർമിനലായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോൾസ് ഒക്കെ എങ്ങോട്ട് വരാൻ ശ്രമിക്കും? നെഗറ്റീവിലോട്ട് ഈ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് വരാൻ ശ്രമിക്കും. ഈ പോസിറ്റീവിലോട്ട് ഈ നെഗറ്റീവ് ചാർജ് കാരിയേഴ്സും വരാൻ ശ്രമിക്കും, അല്ലെ? അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഹോൾസ് ഇങ്ങോട്ട് മാറി മാറി വരികയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ചാർജ് കാരിയേഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഇത് പി ആണ്, ഇത് എൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോൾസ് എല്ലാം ഇനി വന്നു. കാരണം എന്താണ്? അതിനെ ഇവിടെ അട്രാക്ട് ചെയ്യാനായിട്ട് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇവിടെ ഇരിക്കുകയാണ്. നെഗറ്റീവ് ടെർമിനൽ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഹോൾസ് എല്ലാം ഇനി വന്നു, ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങ് പോയി, ഇനി വന്നു. അപ്പൊ ഇവിടെ എന്തായി? വലിയൊരു ബാരിയർ പൊട്ടൻഷ്യൽ വന്നു. ഇവിടെ വലിയൊരു ബാരിയർ പൊട്ടൻഷ്യൽ അല്ല, ഡിപ്ലീഷൻ റീജിയൻ വന്നു. തെറ്റുപറ്റി. ഇതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്തപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ഡിപ്ലീഷൻ റീജിയന്റെ വീതി കൂടി. അതായത് ഇനി കൂടുതൽ വോൾട്ടേജ് കൊടുത്താലേ മറികടക്കാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമുക്ക് ഇതുവഴി കറണ്ട് പാസ് ചെയ്യാൻ പറ്റാത്തത്രയും വലിയ രീതിയിലേക്ക് ഡിപ്ലീഷൻ റീജിയൻ വന്നു കഴിഞ്ഞു. ഇതപ്പോ നമ്മൾ എന്താണ് പറയുക? ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെ ആനോഡ് എന്നാണ് വിളിക്കുന്നത്. ആനോഡ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനെ റിവേഴ്സ് ബയസ് എന്ന് വിളിക്കും. അതായത് കാഥോഡ് പോസിറ്റീവിലും ആനോഡ് നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ റിവേഴ്സ് ബയസ് എന്ന് വിളിക്കും. അതേസമയം ആദ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആനോഡിനെ പോസിറ്റീവിലും കാഥോഡിനെ നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഫോർവേഡ് ബയസ് എന്ന് വിളിക്കും. അപ്പൊ ഇനി പറയൂ, ഏത് കണ്ടീഷനിൽ കണക്ട് ചെയ്യുമ്പോഴാണ് കറണ്ട് മുന്നോട്ട് പോകുന്നത്? കറണ്ട് ഫ്ലോസ് ഓൺലി ഇൻ എ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. കറണ്ട് പോകുന്നത് ഏത് കണ്ടീഷനിൽ മാത്രമാണ്? ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ മാത്രമാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, ഡയോഡ് പാസ് ചെയ്യിക്കുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ഏത് ഡയറക്ഷനാണ്? ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ. അതായത് ആനോഡിനെ പോസിറ്റീവിലും കാഥോഡിനെ നെഗറ്റീവിലും കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഡയോഡ് കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നത്. എന്തുകൊണ്ടാണ് കറണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രം പോകാൻ അനുവദിക്കുന്നത്? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനായി ഞാൻ കുറച്ച് ചിത്രങ്ങളും വീഡിയോസും ഗൂഗിൾ ഇമേജസിന് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കായി കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആ പി ടൈപ്പ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പി ടൈപ്പും എൻ ടൈപ്പും രണ്ട് തരം സെമി കണ്ടക്ടർ കൂടെ ചേർന്നിട്ടാണ് ഈ ഡയോഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ആ കണ്ടതെല്ലാം ഇവിടെ ഈ ചിത്രത്തിൽ
ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ലാത്ത കണ്ടീഷനാണ്. ആനോഡ് കാത്തോഡ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ ആനോഡുണ്ട്, കാത്തോഡുണ്ട്. ഹോൾസ് ആണ്. പി ടൈപ്പിൽ, എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ്. ഇനി നമ്മൾ ഇപ്പോൾ കണ്ട പോലെ ഇവിടുത്തെ ഈ ജംഗ്ഷൻ റീജിയനിലെ ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു? അവിടെ ഇനി ഫ്രീ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ഒന്നുമില്ല. അങ്ങനെ അതൊരു ഡിപ്ലീഷൻ റീജിയനായി മാറുന്നു. അതേസമയം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. ഇത് ഇപ്പം ഞാൻ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്നതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഹോളും ഡിപ്ലീഷൻ റീജിയന് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. ഒരു ഹോളും ഒരു ഇലക്ട്രോണും തമ്മിൽ ചേരുകയാണ്. കാണുന്നുണ്ടോ? ഈ ഹോളും ഇവിടെ ഇലക്ട്രോണും ചേർന്ന് കഴിയുമ്പോൾ ഇനി ഇവിടെ വേറെ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഇല്ല. അങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു. ഫോർവേഡ് ബയസ് കണ്ടീഷൻ, അതായത് ആനോഡ് പോസിറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കാഥോഡ് നെഗറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ചാർജ് കാരിയേഴ്സ് പോകുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം ഹോൾസ് എല്ലാം റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എല്ലാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. കാണുന്നുണ്ടോ? ഇനി ഇത് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഫോർവേഡ് ബയസ് ആണ്, ഇത് റിവേഴ്സ് ബയസ് ആണ്. റിവേഴ്സ് ബയസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് കൂടുന്നത് കണ്ടോ? ആദ്യമായി കാണുന്നത് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്നത് എങ്ങനെ? ഇനി ഫോർവേഡ് ബയസ് കൊടുക്കുമ്പോൾ ഹോൾസ് അങ്ങോട്ടും ഇലക്ട്രോൺസ് ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഇനി ഈ കാണുന്നത് ഫോർവേഡ് ബയസ് ആണ്. ഇനി റിവേഴ്സ് ബയസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹോൾസ് എല്ലാം നെഗറ്റീവിലോട്ട് പോവുകയും ഇലക്ട്രോൺസ് എല്ലാം പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയിലേക്ക് പോകുന്നതും കാരണം ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് കൂടുന്നതാണ് നമ്മൾ അവസാനമായിട്ട് അതിനകത്ത് കണ്ടത്. റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. നിങ്ങൾക്കത് കുറച്ചുകൂടെ വീഡിയോ പോസ് ചെയ്ത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇവിടെ സൈഡിലെ ഈ പച്ച കോളത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ ആനോഡ് ഈ ട്രയാങ്കുലർ ഷേപ്പിൽ ഉള്ളതാണ്. നമുക്ക് എ എന്നുള്ള ആൽഫബറ്റിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനെ ആനോഡ്, എയുടെ ഷേപ്പിൽ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അത് പോസിറ്റീവ് ടെർമിനലിലും കാത്തോഡ് കെ എന്ന് പറഞ്ഞ് ആലോചിച്ചാൽ കാത്തോഡ്, ആ കെയുടെ വര പോലെ ആലോചിച്ചാൽ കാത്തോഡ് നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഫോർവേഡ് ബയസ് കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വോൾട്ടേജ് നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ഡിപ്ലീഷൻ റീജിയനിൽ ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ വോൾട്ടേജാണ് ഇവിടെ 0.7 വോൾട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള വോൾട്ടേജ്. അതുപോലെ റിവേഴ്സ് ബയസിൽ ഈ ഡയോഡിൻ്റെ കൂടെ കറണ്ട് പാസ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവിലുമായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്തതായി നമുക്കൊരു ഡയോഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ്, നമ്മളിപ്പോൾ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഈ ചുമന്ന കർവാണ് അനുസരിച്ചാണ് നമ്മുടെ ഡയോഡ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കറണ്ട് ആൻഡ് വോൾട്ടേജ് കർവാണ് ഈ കാണിച്ചത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ കറണ്ടിനെ ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്ര നിശ്ചിത വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡിൽ കൂടിയുള്ള കറണ്ട് എങ്ങനെ മാറും എന്നതിനെക്കുറിച്ചാണ് ഈ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആദ്യം നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ തന്നെ ഒരു നിശ്ചിത വോൾട്ടേജ് കൊടുക്കുന്നത് വരെയും, അതായത് ഡിപ്ലീഷൻ റീജിയൻ കാരണം ഒരു നിശ്ചിത വോൾട്ടേജ് കൊടുക്കുന്നത് വരെയും ഡയോഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതാണ് കറണ്ട് വളരെ കുറച്ച് മാത്രം ഇവിടെ കാണുന്നത്. വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്നാലും കറണ്ട് സീറോയിൽ തന്നെ നിൽക്കും. സീറോ അല്ല, വളരെ ചെറിയൊരു മൈക്രോ ആംപിയർ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും, വളരെ കുറവ് മാത്രം. അപ്പം അത് കഴിഞ്ഞ് ഒരു നിശ്ചിത വോൾട്ടേജ്, ഡിപ്ലീഷൻ റീജിയനെ മറികടക്കാനുള്ള ഒരു നിശ്ചിത വോൾട്ടേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 0.7 വോൾട്ടിലൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് പെട്ടെന്നങ്ങ് കൂടാൻ തുടങ്ങും. അതായത് ആ ഡിപ്ലീഷൻ റീജിയനെ മറികടന്ന് കഴിയുമ്പോൾ പിന്നെ ഹോൾസിനും ഇലക്ട്രോൺസിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയും. അതാണ് ഈ കാണുന്ന പോലെ വോൾട്ടേജ് പിന്നെ കുറച്ച് കൂട്ടിയാൽ മതി, കറണ്ട് നല്ല പോലെ
ഡയോഡിൽ കൂടെ കൂടും. ഇതാണ് ഫോർവേഡ് കണ്ടക്ഷൻ. അതേസമയം നമ്മളിപ്പോൾ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ വേറൊരു രീതിയിലുള്ളൊരു കർവാണ് നമുക്ക് കിട്ടുന്നത്. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവും കണക്ട് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ആനോഡിൽ നെഗറ്റീവ് വരുമ്പോൾ ആനോഡിൽ ഉള്ള പോസിറ്റീവ് ചാർജ് ക്യാരിയേഴ്സ് എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൻ്റെ അടുത്തേക്ക് പോകും അല്ലേ? അപ്പോൾ ജംഗ്ഷനിൽ അക്രോസ് നമുക്ക് കറണ്ട് ഫ്ലോ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടെന്നുള്ളതാണ്. ആ കറണ്ട് ഫ്ലോ എങ്ങനെ ഉണ്ടാവുന്നു? നമ്മൾ പറഞ്ഞു പി ടൈപ്പ് സെമി കണ്ടക്ടറിന് ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. അതായത് നമ്മൾ എങ്ങനെയാണത് ഉണ്ടാക്കിയത്? നമ്മളൊരു ട്രൈവാലൻ്റ് ആറ്റം കൊണ്ട് പോയി 3 ഇലക്ട്രോൺ ഉള്ളപ്പോൾ കൂടുതൽ ഹോൾസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണ് അതിനെ ഉണ്ടാക്കിയത്. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് കുറച്ച് ഇലക്ട്രോൺസ് കാണും. ആ ഫ്രീ ഇലക്ട്രോൺസ് കാണും. ആ ഫ്രീ ഇലക്ട്രോൺസിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ മൈനോറിറ്റി കാരിയർ, കുറച്ച് മാത്രമുള്ള കാരിയർ എന്ന് വിളിക്കും. എന്നാൽ അതുപോലെ തന്നെ എൻ ടൈപ്പിലും കൂടുതലായിട്ട് ഇലക്ട്രോൺസ്, അത് മെജോറിറ്റി ഇലക്ട്രോൺസ് ആണുള്ളത്. അതുകൊണ്ട് അതിനെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് എന്നാണെന്ന് വിളിക്കും. പക്ഷേ അവിടെയും കുറച്ച് ഹോൾസ് കാണാൻ സാധ്യതയുണ്ട്. അതിനെയാണ് എൻ ടൈപ്പിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റിവേഴ്സ് ബയസിൽ ഈ കറണ്ട് ഉണ്ടാവുന്നത് ഈ മൈനോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പി ടൈപ്പിൽ ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ ഉണ്ടെന്ന് കരുതുക. മൈനോറിറ്റി ആയിട്ടൊരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ പി ടൈപ്പ് ഒരു നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഈ ഇലക്ട്രോണിനെ മാത്രം ഈ നെഗറ്റീവ് ടെർമിനൽ എൻ സൈഡിലേക്ക് പുഷ് ചെയ്യും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എൻ ടൈപ്പിലെ മൈനോറിറ്റി കാരിയറായ ഹോളിനെ എൻ ടൈപ്പിലെ സൈഡ് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ആ ഹോളിനെ ഈ പോസിറ്റീവ് ടെർമിനൽ പി ടൈപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു മൈനോറിറ്റി കാരിയർ കാരണമുള്ള ചെറിയൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിനെയാണ് ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റിവേഴ്സ് ബയസിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഒരു നിശ്ചിത വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ആ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ആ ജംഗ്ഷനിലെ ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ആവുകയും പിന്നെ ഒരു വളരെ ഹെവിയായി കറണ്ട് വളരെ ശക്തിയായി പെട്ടെന്ന് തന്നെ അങ്ങ് കൂടുകയും ചെയ്യുന്നു. ഇതിനെയാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഡയോഡിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫോർവേഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, എത്ര വോൾട്ടേജ് കൊടുത്താലാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് എന്നറിയാൻ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് സഹായിക്കും. എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യും എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അതുപോലെ റിവേഴ്സ് ബയസിൽ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് ലീക്കേജ് കറണ്ട് ഉണ്ടാവുന്നത്. അതുപോലെ ഒരു നിശ്ചിത റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് കാരണം ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് വളരെയധികം ശക്തിയായിട്ട് കൂടുന്നതിനെയാണ് ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ഞാൻ പലതരം ഡയോഡുകളെ കുറിച്ച് കാണിച്ചിരിക്കുകയാണ്. എല്ലാത്തിനെ കുറിച്ചൊന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാലും എല്ലാത്തിൻ്റെ പേരുകളൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. പേരുകളെക്കുറിച്ചൊരു അറിവുണ്ടാവുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡയോഡുകൾ ഉണ്ടെന്നും ഡയോഡുകൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ട് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും എല്ലാ ഡയോഡുകൾക്കും ആനോഡും ഉണ്ട് കാത്തോഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ LED, അത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലേ, അതും ഒരു ഡയോഡാണ്. അതുപോലെ സ്റ്റെപ്പ് റിക്കവറി ഡയോഡ്, സീനർ ഡയോഡ്, ഇതൊക്കെ എപ്പോഴും വളരെ പോപ്പുലറായി വളരെയധികം തന്നെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന ചിലതരം ഡയോഡുകളാണ് ഇതൊക്കെ. ഫോട്ടോ ഡയോഡൊക്കെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതായത് ലൈറ്റ് വീഴുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ഫോട്ടോ ഡയോഡ്. അതേസമയം വോൾട്ടേജ് കൊടുത്തിട്ട് ലൈറ്റ് കത്തിക്കുന്നതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അതിന് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തും. അതേസമയം ഫോട്ടോ ഡയോഡ് വെളിച്ചം വീഴുമ്പോൾ അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഫോട്ടോ ഡയോഡ്. ഇനി നമുക്ക് ഡയോഡ്, നമ്മളിപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു ഡയോഡ് വെച്ചൊരു സിമ്പിൾ സർക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള LED വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ സർക്യൂട്ടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കാം. നമ്മളൊരു സർക്യൂട്ടിൽ ഡയോഡ് യൂസ് ചെയ്യാൻ പോകുമ്പോൾ
നമുക്ക് ചില കാര്യങ്ങൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിൻ്റെ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കണ്ടിരുന്നു. അതായത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അഥവാ വോൾട്ടേജ് ഡയോഡിൽ കൂടെ കൂട്ടുമ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് അറിയാവുന്ന ചില വാല്യൂസ് നമുക്ക് ഈ ഡയോഡിനെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതായത് 0.7 വോൾട്ടോ, ഇതിന് നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് എന്നേ പറയുന്നുള്ളൂ. എപ്പോഴും ഇത് 0.7 വോൾട്ട് വേണമെന്നില്ല. അപ്പോൾ ഇത് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ഒരു ഡയോഡിൽ നമ്മൾ ഈ വോൾട്ടേജിന് കൂടുതൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇതാണ് അതിന്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇനി അതിലൂടെ നിശ്ചിത അളവിൽ മാത്രമേ കറണ്ടിന് മാക്സിമം കറണ്ട്, അതായത് ഫോർവേഡ് കറണ്ട്, അതിൽ ആ ഡയോഡിൽ കൂടെ മാക്സിമം പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറണ്ട് ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ, ആനോഡിനെ പോസിറ്റീവി കണക്ട് ചെയ്യുകയും കാഥോഡിനെ നെഗറ്റീവി കണക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട്. അപ്പൊ നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഇതിൽ കൂടെ മാക്സിമം കറണ്ട് 1 ആംപിയറേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ സപ്പോസ് അതിനകത്ത് 2 ആംപിയർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു റെസിസ്റ്റർ ഇടണം, അല്ലേ? അപ്പൊ ഇതിന് ഈ റെസിസ്റ്റർ വേണമോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്രയാണ് മാക്സിമം കറണ്ട് ഫ്ലോ അതിലൂടെ അനുവദനീയമായിട്ടുള്ളതെന്ന് അറിയേണ്ടത്. അപ്പൊ നമ്മൾ പക്ഷെ ഫോർവേഡ് വോൾട്ടേജിനെ കാട്ടി കൂടുതൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഇതിൽ കറണ്ട് ഫ്ലോ വരികയുള്ളൂ. എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യാൻ അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ റെസിസ്റ്റർ കൂടെ ഇടേണ്ട ആവശ്യമുണ്ട്. ഇനി അതേസമയം നമ്മൾ വേറെ 2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ആനോടും കാഥോടും തിരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ ഫോർവേഡ് ബയസ് എന്ന് വിചാരിച്ചിരുന്നത് ശരിക്കും റിവേഴ്സ് ബയസ് ആയി പോകും, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ? തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ടും തിരിച്ചു, നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആയി പോയതാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നെഗറ്റീവ് കാഥോഡിനെ നമ്മൾ പോസിറ്റീവിലും ആനോഡിനെ നെഗറ്റീവിലും അറിയാതെ കണക്ട് ചെയ്തു. അപ്പൊ ഇതെന്താണ്? റിവേഴ്സ് ബയസ് ആയി. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ആണ്. ഓരോ ഡയോഡിനും ഒരു നിശ്ചിത റിവേഴ്സ് വോൾട്ടേജ് താങ്ങാനുള്ള ശേഷിയുള്ളൂ. അതിനുശേഷം എന്ത് സംഭവിക്കുക? കറണ്ട് വളരെ ശക്തിയായിട്ട് കൂടും. അപ്പോൾ ഇത് എത്രത്തോളമാണ് കൂടുന്നത്, അതിന് താങ്ങാൻ പറ്റുന്ന കറണ്ട് റിവേഴ്സിൽ കണക്ട് ചെയ്യുമ്പോൾ എത്ര കറണ്ട് താങ്ങാം, എത്ര വോൾട്ടേജ് താങ്ങാം, അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. എത്ര വോൾട്ടേജ് താങ്ങാം എന്നുള്ളത്, അതുപോലെ എത്ര കറണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ എത്ര കറണ്ട് ആവാം, എത്ര വോൾട്ടേജ് കൊടുക്കണം. റിവേഴ്സ് ബയസിലാണെങ്കിൽ എത്ര വോൾട്ടേജേ പാടുള്ളൂ, എത്ര കറണ്ട് മാക്സിമം വരും എന്നുള്ളതിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മൾ ഒരു ഡയോഡ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഒരു എൽ ഇ ഡിയെ നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം. LED ഒരു ഡയോഡാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പം നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലൈറ്റ് കത്തും. അതാണ് LED. സിമ്പിൾ കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ലോ കോസ്റ്റ് ആണ് ഒരു LED വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് റെസിസ്റ്റർ ഉണ്ട്. എന്തിനാണ് ഞാൻ റെസിസ്റ്റർ കണക്ട് ചെയ്തത്? ഈ LED താങ്ങാവുന്നുള്ള കറണ്ടിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 9 വോൾട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 40 രൂപ കഷ്ടിച്ചാണ് അതിന്. ഇനി ഇവിടെ എൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് എൻ്റെ നെഗറ്റീവ് ടെർമിനൽ, ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം 9 വോൾട്ടിൻ്റെ ബാറ്ററി ഞാൻ എന്താണ് എടുക്കാൻ കാരണം? എനിക്ക് ഒരു 0.5 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 0.1 വോൾട്ടിൻ്റെയോ ബാറ്ററി ഇല്ല, 0.1 വോൾട്ട് കൊടുത്താൽ പോരെ. പക്ഷെ അവിടെ ഇതിൻ്റെ എന്താണ് ഞാനിവിടെ ശ്രദ്ധിച്ചത്? ഇതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഏകദേശം 1.5-2 വോൾട്ട് വരും. അപ്പോൾ അതിനു മേലെ ഒരു വോൾട്ടേജ് എക്സ്റ്റേണലി കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ശരിയല്ലേ? ഈ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പിനെ കാട്ടി കൂടുതലായ ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്താൽ അവിടെ കറണ്ട് ഫ്ലോ സംഭവിക്കുകയുള്ളൂ. ഇനി ഞാനിവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് കണക്ട് ചെയ്തത്? ഈ ഡയോഡിൽ കൂടെ മാക്സിമം പാസ് ചെയ്യാവുന്ന കറണ്ട് എത്ര മില്ലി ആംപിയർ ആണെന്ന് എനിക്കറിയാം.
അപ്പോൾ അത് മാത്രം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. 9 വോൾട്ട് ബാറ്ററിയാണ്. ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഈ ഡയോഡിൻ്റെ 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡയോഡ് ഡേറ്റ ഷീറ്റിൽ നിന്ന് കിട്ടും. ഇനി ഇതിനകത്തുകൂടെ പെർമിസിബിൾ ആയിട്ടുള്ള കറണ്ട് ഏകദേശം ഒരു 15 മില്ലി ആംപിയർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 15 മില്ലി ആംപിയർ. ഇതിൻ്റെ പീക്ക് ചിലപ്പോൾ തന്നിരിക്കുന്നത് 500 മില്ലി ആംപിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് 15 മില്ലി ആംപിയർ കറണ്ടൊക്കെ അതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കാം. യൂഷ്വലി നമ്മൾ 500 മില്ലി ആംപിയർ ആണ് മാക്സിമം പറഞ്ഞിട്ടുള്ളതെങ്കിൽ 250 മില്ലി ആംപിയർ വരെ നമുക്ക് അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിക്കാം. ഞാനിപ്പം ഏകദേശം ഒരു 15 മില്ലി ആംപിയർ പാസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഇനി എത്ര, അപ്പോൾ അത്രയും പാസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ബാക്കി റെസിസ്റ്റർ വെച്ച് നമുക്ക് ഒപ്പോസ് ചെയ്യാം അല്ലേ? കറണ്ട് എത്ര കൺട്രോൾ ചെയ്യും, കറണ്ടിനെ സർക്യൂട്ടിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് റെസിസ്റ്റർ ഉപയോഗിക്കാം. 9 വോൾട്ടാണ്, 2 വോൾട്ടാണ്. അപ്പോൾ എത്ര 15 മില്ലി ആംപിയർ ആണ് കറണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്താണ്? V/I ആണല്ലേ. ഈ സർക്യൂട്ടിലെ V എന്താണ്? 9 വോൾട്ട് ഉണ്ട്. 2 വോൾട്ട് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പം 9 - 2 ഉള്ളൂ. 15 മില്ലി ആംപിയർ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 460 നമുക്ക് റെസിസ്റ്ററും വേണം. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു നിങ്ങളെ കാണിക്കാനായിട്ട്. 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഈ LED ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ LED നീളം കൂടിയ ലിംബാണ് അതിൻ്റെ പോസിറ്റീവ്, നീളം കുറഞ്ഞ ലിംബ് അതിൻ്റെ നെഗറ്റീവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് ഇതാണ്, പോസിറ്റീവ് ഇതാണ്. ഞാനിപ്പോൾ പോസിറ്റീവ് ലിംബിലേക്കാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിത് പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുത്തു കഴിഞ്ഞപ്പോൾ LED കത്തി. LED എങ്ങനെയാണ് കത്തുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പം നമുക്കതിനെ കറണ്ട് അതിനെ കൂടെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണിത് കത്തിയത്. റെസിസ്റ്റൻസ് ഇപ്പം ഇത് നമ്മൾ ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്തു അല്ലേ. എത്ര വോൾട്ടേജ് വേണം, എന്താണ് ഓവർകം ചെയ്യേണ്ടത്, എത്ര കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും, കറണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ സർക്യൂട്ടിൽ റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ചെറിയ സർക്യൂട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ലേ? ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു ആപ്ലിക്കേഷൻ കൂടെ ഡയോഡിനുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. LED ക്രോസ് ആയിട്ട് 2 വോൾട്ട്, ഇതാണ് അതിൻ്റെ ഫോർവേഡ് ഡ്രോപ്പ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ് ബാരിയർ പൊട്ടൻഷ്യൽ ആണ്. അപ്പം അതിൻ്റെ വ്യത്യാസം നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഇതാണ്, AC ആണ്. അതിന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതാണ് AC. അത് നമുക്ക് അറിയായിരിക്കും തോന്നുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ചാർജറും ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതിൽ എന്താണ് വേണ്ടത്? നമുക്കൊരു ഫിക്സഡ് വോൾട്ടേജ്, ഡയറക്റ്റ് കറണ്ട് DC ആണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഈ AC എന്ന് വെച്ചാൽ എന്താണ്? AC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്താണ്? ഈ 2 സൈക്കിൾ കാണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇത് സമയം ആണ്, ഇത് വോൾട്ടേജ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ സൈൻ വേവ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ സൈൻ വേവ് എങ്ങനെ വരുന്നു എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? ഒരു ടൈം ഇൻ്റർവെൽ, നമ്മൾ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് ചെറിയ വാല്യൂ ആയിരിക്കും, 0ക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞുള്ളൊരു സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 1 വോൾട്ട് ആയിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ T2 എന്നുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 10 വോൾട്ട് ആയിരിക്കും. അതിന് കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ അത് വീണ്ടും 1 വോൾട്ടിലേക്ക് വരും, പിന്നെയും 0 വോൾട്ടേജിലേക്ക് വരും. ഇത്രയും ഭാഗം നമുക്ക് ഏകദേശം ക്ലിയർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കറണ്ട് എങ്ങനെയായിരിക്കും ആ സർക്യൂട്ടിൽ കൂടെ പോകുന്നത്? ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ പോവുകയാണെന്ന് നമ്മളത് സങ്കല്പിക്കുന്നു. ഇനി ഇവിടെ താഴെ നമ്മൾ കാണുന്നത് എന്താണ്? താഴെ കാണുന്നത് ഇത് തിരിച്ചുള്ള ഡയറക്ഷനിൽ ഇത് കൂടുന്നതാണ്. ഇവിടെ 0 ആണ്. അടുത്ത ടൈം എടുക്കുമ്പോൾ ഇത് T1 ടൈമിൽ ഇത് -1 വോൾട്ടാണ്. ഈ -1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് മനസ്സിലാക്കാം ആ സമയത്ത് കറണ്ട് ഓപ്പോസിറ്റ് ദിശയിലാണ് സഞ്ചരിക്കുന്നത്.
വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും 10 വോൾട്ടിൽ പോവും, -10 വോൾട്ടിൽ പോവും, വീണ്ടും -1 വോൾട്ടിൽ വരും, തിരിച്ച് 0 വരും. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? ബേസിക്കലി നമ്മുടെ കറണ്ട് ഇങ്ങനെ കൂടി കൂടി ഒരു ഡയറക്ഷനിൽ കൂടി 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 ഇതുവരെ കുറഞ്ഞു വന്ന് മറ്റേ ഡയറക്ഷനിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കറണ്ട് കൂടി 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 കുറയുന്നത്, എങ്കിലും ഈ ഓപ്പോസിറ്റ് ദിശയിലാണ് അതിന് ഫ്ലോ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ദിശയിലും ഇത് വേറൊരു ദിശയിലുമാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ആലോചിക്കാം, ഓക്കെ നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഇവിടെ കറണ്ട് ഒരു ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ദിശയിലായിട്ട് സഞ്ചരിക്കുന്ന AC യെ പിടിച്ച് ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുന്ന DC ആക്കണം. അപ്പൊ നമുക്കറിയാം ഡയോഡ് എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണ്? ഡയോഡ് ഒരു ദിശയിലേക്ക് മാത്രമാണ് കറണ്ടിനെ പോകാൻ സമ്മതിക്കുന്നത്. അപ്പൊ AC-ന്ന് DC-യിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡയോഡ് കൂടിയേ തീരുള്ളൂ. നമുക്കിനി നോക്കാം. നമുക്ക് ഈ AC സിഗ്നൽ, അപ്പൊ ഞാനൊരു ചെറുതായിട്ടൊരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. വേറെ ഒന്നുമില്ല അതിനകത്ത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, സർക്യൂട്ടിൽ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് റെസിസ്റ്റർ ആവശ്യമുണ്ട്. അതാണെന്ന് കരുതുക. ഒരു 6 റെസിസ്റ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഡയോഡ് D. ഇനി ഇവിടെ ഞാനൊരു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെ ഞാനിവിടെ 2 കളറിലാണ് വരയ്ക്കുന്നത്. അപ്പൊ എന്താണ്? ഈ ചുവന്ന കളർ ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ബ്ലൂ കളർ വേറൊരു ഡയറക്ഷൻ. അപ്പൊ നമുക്ക് സങ്കല്പിക്കാം റെഡ് കളർ ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ദിശയിലേക്കാണ് കറണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഇതിന് അക്രോസ് ഞാൻ ഔട്ട്പുട്ട് നോക്കുകയാണ്. ഈ റെസിസ്റ്ററിന് അക്രോസ് എത്ര വോൾട്ടേജ് വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോൾട്ടേജ് വരും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡയോഡ് ഒരു ദിശയിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യും, ശരിയല്ലേ? പോസിറ്റീവ് ഇവിടെ ആനോഡ്, ഇത് കാഥോഡ്. അപ്പൊ പോസിറ്റീവ് ആനോഡ് വന്നു കഴിയുമ്പോൾ ഫോർവേഡ് ബയസായി അന്നേരം ഇത് കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഇതെന്തായാലും വരും നമുക്കറിയാം. ഇനി ഈ ബ്ലൂ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നെഗറ്റീവ് ആവും, ശരിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ -1 വോൾട്ട്, 0ക്ക് താഴെയുള്ള വോൾട്ടേജുകൾ. അതായത് അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ദിശ ഓപ്പോസിറ്റ് ആയി, പ്ലസ് മൈനസ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ആദ്യം പ്ലസും മൈനസും ഇങ്ങനെയായിരുന്നു ടെർമിനലെങ്കിൽ ഈ ഡയറക്ഷനിൽ വരുമ്പോൾ അത് മൈനസും പ്ലസും ആയിട്ട് മാറും. അപ്പൊ എന്ത് പറ്റി? മൈനസ്, അതായത് നമ്മൾ ബാറ്ററി വല്ലതും സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന്റെ മൈനസ് കണക്ട് ചെയ്യുന്ന എവിടെയാണ്? ആനോഡിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അത് റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പൊ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ ഈ ബ്ലൂ വേവ് ഇവിടെ കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു വേവ് കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ടില് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇതാണ് കിട്ടാൻ പോകുന്നത്, അല്ലേ? റാർ ഷേപ്പിലാണ് വരാൻ പോകുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് മുഴുവൻ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കിട്ടിയോ? ഇല്ല. ഇവിടെ കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് നമുക്ക്, ഇത് നമ്മുടെ പീക്ക് വോൾട്ടേജ്, ഇത് മാക്സിമം 10 വോൾട്ട് ആണെന്ന് കരുതി കഴിഞ്ഞാൽ ഇവിടെയും കിട്ടുന്നത്, അല്ലെങ്കിൽ 5 വോൾട്ട് എന്ന് കരുതാൻ 10 വോൾട്ട് എങ്ങനെയായാലും 10 വോൾട്ട് കരുതി കഴിഞ്ഞാൽ ഇതും 10 വോൾട്ടാണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമുക്കിവിടെ -10 എന്നുള്ളത് ഇവിടെ മുഴുവനായി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് പിന്നെ ഒരു DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പാസ്സായി, അതായത് ഇതിന്ന് ഒരു ഡയറക്ഷനിലേക്ക് ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി. പക്ഷെ അപ്പോഴും നമുക്ക് ഫുൾ വോൾട്ടേജ് കിട്ടുന്ന ഒരു കണ്ടീഷൻ വന്നിട്ടില്ല. ഈ കണ്ടീഷനിൽ നമുക്ക് പക്ഷെ നമുക്ക് എന്താ പറയാ, ഒരു ആവറേജ് വോൾട്ടേജ് കിട്ടും. ഈ കണ്ടീഷനിൽ നമുക്കൊരു ആവറേജ് വോൾട്ടേജ് കിട്ടും. ആവറേജ് വോൾട്ടേജ് എന്ന് പറയാൻ കാരണം ചില സൈക്കിളിൽ മാത്രമേ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഉള്ളൂ, ബാക്കി സ്ഥലത്തില്ല. അപ്പോൾ നമുക്ക് പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി വോൾട്ടേജ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കാനേ പറ്റുള്ളൂ. വേരിയിങ് ആയിട്ട് വാല്യൂ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഒരു ഫിക്സഡ് വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിൻ്റെ ആവറേജ് എടുക്കും. ആ ആവറേജ് വാല്യൂ എന്താണ്? പീക്ക് വാല്യൂ ബൈ പൈ. അതാണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്.
ഈ പീക്ക് വാല്യൂ എന്ത് വരുന്നു? 10 വോൾട്ട് പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം ഇവിടെ പീക്ക്, ഇവിടെ നമുക്ക് എന്താണ് 10 വോൾട്ട് ബൈ പൈ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഇതിൻ്റെ ആവറേജ് ആയിട്ട് കിട്ടാൻ പോകുന്ന വാല്യൂ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പീക്ക് 10 വോൾട്ട് ആണ്, പക്ഷേ ഇതിൻ്റെ ആവറേജ് ആയിട്ട് കിട്ടാൻ പോകുന്നത് 10 വോൾട്ട് ബൈ പൈ ആണ്. ഇനി നമുക്ക് വേറെ, അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി നമുക്കിവിടെ പകുതി മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രം വെച്ചപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ കണ്ടീഷൻ ഒന്നുകൂടെ വരയ്ക്കാം, അല്ലെ? ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് എടുക്കാം. ഈ സമയത്ത് ഒരു ദിശയിലേക്ക് കറണ്ട് പോകുന്നു. ആ സമയത്ത് ഈ ഡയോഡ് മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വോൾട്ടേജ് കിട്ടുന്നത്. നമുക്കിനി നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു സിഗ്നൽ അപ്ലൈ ചെയ്യാണ്. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കാൻ നോക്കാം. ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും, ശരിയല്ലേ? അപ്പോൾ ഇനി ഏതൊക്കെ ഡയോഡ് ഈ കോമ്പിനേഷനിൽ നിന്ന് ഫോർവേഡ് ബൈസ്ഡ് ആവും നിങ്ങൾക്ക് തന്നെ നോക്കി പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ ആനോഡ്, D1ൻ്റെ ആനോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, D4ൻ്റെ കാത്തോഡിലാണ്. അപ്പോൾ ഏതായിരിക്കും ഫോർവേഡ് ബൈസ്ഡ് ആവുന്നത്? പോസിറ്റീവ് കണക്റ്റഡ് ടു ആനോഡ് ആൻഡ് നെഗറ്റീവ് കണക്റ്റഡ് ടു കാത്തോഡ് ഇസ് ഫോർവേഡ് ബയസ്. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുകയാണ് D1. അപ്പോൾ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും? ഇതൊരു സ്വിച്ച് മാത്രമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും, ശരിയല്ലേ? ഇനി ഇവിടെ എത്തുമ്പോൾ ഏത് ഡയോഡാണ്? D4 എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? റിവേഴ്സ് ബയസ് ആണ്. കാരണം എന്താണ്? അതിൻ്റെ കാത്തോഡ് പോസിറ്റീവ് ടെർമിനലിലും ആനോഡാണ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ കാത്തോഡ് കണക്ട് ചെയ്യുന്നത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കറണ്ട് എങ്ങോട്ട് പോകും? ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ. ഈ ഡയോഡ് നോക്കൂ, ഇത് നെഗറ്റീവാണ്, നെഗറ്റീവ് ടെർമിനലാണ്, അതിലോട്ടാണ് ഇതിൻ്റെ കാത്തോഡ് കണക്ട് ചെയ്യുന്നത്, അല്ലേ? ശ്രദ്ധിച്ച് നോക്കൂ, ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഇതിൻ്റെ കാത്തോഡിലാണ് കണക്ട് ചെയ്യുന്നത്. D3 കണ്ടക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് തിരിച്ച് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടെ ഡയറക്ഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. മുകളിൽ നിന്ന് താഴോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് വേവ് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ ഇൻപുട്ട് വേവ് വന്നെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു ഔട്ട്പുട്ട് വേവ് കിട്ടിയെന്ന് സങ്കല്പിക്കാം. ഈ ഡയറക്ഷനിലാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഈ കറണ്ട് ഇങ്ങനെ കൂടി എന്നിട്ട് ഒരു വാല്യൂവിൽ ചെന്നതിന് ശേഷം, പീക്ക് വാല്യൂ ചെന്നതിന് ശേഷം കുറഞ്ഞ് 0 വരെ എത്തി. ഇനി അടുത്ത സൈക്കിൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ടെർമിനലിൽ നെഗറ്റീവും ഈ ടെർമിനലിൽ പോസിറ്റീവുമാണ് വരുന്നത്. ഇനി അപ്പോൾ ഏതൊക്കെ ഡയോഡായിരിക്കും ഫോർവേഡ് ബയസ്, ഏതൊക്കെയായിരിക്കും റിവേഴ്സ് ബയസ്ഡ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷനിൽ എഴുതാം, ഇതും ഫോർവേഡ് ബയസ്ഡ് ആണ്, എന്നാൽ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാണ് പോകുന്നത്? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെയാണ് പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ആ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലും ഇതിൻ്റെ D2ൻ്റെ പോസിറ്റീവ് ടെർമിനലിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ D2ൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തുകൊണ്ട് D2 ഈ സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ബ്ലൂ കളർ സൈക്കിളിൽ അത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം ഇവിടെ നോക്കൂ, D1 നോക്കൂ. അതേസമയം D1 ഡയോഡിലേക്ക് പോകാൻ പറ്റുമോ? D1ൻ്റെ ആനോഡ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് നോക്കൂ, നെഗറ്റീവിലാണ്. ആനോഡ് നെഗറ്റീവ് കണക്ട് ചെയ്താൽ ഈ നെഗറ്റീവ് സൈക്കിളിൽ D1 റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ അതുവഴി കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കറണ്ട് ഏത് വഴി ഫ്ലോ ചെയ്യും? ഈ റെസിസ്റ്ററിൽ കൂടെ. ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ വരുന്നത്. രണ്ട് സൈക്കിളിലും ഇപ്പോൾ ഒരേ ഡയറക്ഷനിൽ കൂടെയാണ് ഔട്ട്പുട്ടിൽ കൂടെ കറണ്ട് പോകുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി അത് എങ്ങോട്ട് പോകും? ഇനി അത് ഇതുവഴി ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇനി ശ്രദ്ധിക്കാൻ നമുക്ക് ഇതിലേത് ഡയോഡാണ് ഫോർവേഡ് ബയസ്ഡും റിവേഴ്സ് ബയസ്ഡും നമുക്കറിയണം. ഇവിടെ നോക്കുമ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ.
പോസിറ്റീവ് ടെർമിനൽ ഇതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് റിവേഴ്സ് ബയസ്ഡ് ആണ്. ഈ സൈക്കിളിൽ ബ്ലൂ സൈക്കിളിൽ റിവേഴ്സ് ബയസ്ഡ് ആണ്. പോസിറ്റീവ് ടെർമിനൽ ഇതിൻ്റെ ആനോഡിക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഫോർവേഡ് ബയസ്ഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യണം നമുക്കറിയാം, ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യോ ഇല്ല. അപ്പോൾ പിന്നെ ഇതുവഴിയാണ് ഫ്ലോ ചെയ്യുന്നത്. D4 കറക്റ്റ് ആണോ നോക്കൂ, ഫോർവേഡ് ബയസ്ഡ് ആണോ നോക്കൂ. ഇതിൻ്റെ കാത്തോഡ് നെഗറ്റീവ് ടെർമിനലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. D4 ഈ സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ കണ്ടക്ട് ചെയ്യും, കറണ്ട് ഇങ്ങനെ തിരിച്ച് ഫ്ലോ ചെയ്ത് ടെർമിനലിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് കറണ്ടിൻ്റെ ഫ്ലോ ഡയറക്ഷൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 കണ്ടക്ട് ചെയ്യും, ഫോർവേഡ് ബയസ്ഡ് ആണ്. അതുവഴി റെസിസ്റ്ററിൽ കൂടെ കറണ്ട് പോയി കഴിഞ്ഞ് D3യും കണ്ടക്ട് ചെയ്യും, അതും ഫോർവേഡ് ബയസ്ഡ് ആണ്. കാരണം എന്താ, ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇത് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് ഈ റെഡ് സൈക്കിളിലെ കാര്യമാണ്. അപ്പോൾ ആ സമയത്തും D3 ഫോർവേഡ് ബയസ്ഡ് ആണ്. അങ്ങനെയാണ് ആ പാത്ത് കംപ്ലീറ്റ് ആവുന്നത്. എന്നാൽ ബ്ലൂവിൻ്റെ സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? ബ്ലൂ സൈക്കിൾ ഇവിടെയാണ് പോസിറ്റീവ് ടെർമിനലാകുമ്പോൾ അടുത്ത രണ്ട് സെറ്റ് ഡയോഡാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഇതും ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. ഏതൊക്കെ രണ്ട് ഡയോഡ് ആദ്യത്തെ സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുമോ അത് രണ്ടാമത്തെ സൈക്കിളിൽ നെഗറ്റീവ് സൈക്കിളിൽ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റേ രണ്ട് ഡയോഡുകൾ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പക്ഷെ ലോഡ് റെസിസ്റ്റർ കൂടെ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ശരിയല്ലേ? ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. തിരിച്ചു വന്നിരുന്നെങ്കിൽ, ഇപ്പം ഇത് ഇങ്ങനെ മുകളിലോട്ടാണ് ഫ്ലോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചേനെ. ഇപ്പോൾ ഒരേ ഡയറക്ഷനിൽ കൂടെ തന്നെയാണ് ലോഡ് റെസിസ്റ്ററിൽ. അപ്പം ഞാൻ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ കൊടുത്ത വേവിന് അതുപോലെ നമുക്ക് രണ്ട് ഹാഫ് വേവ് ആയിട്ട് കിട്ടി അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 2Vm/π ആണ്. Vm എന്ന് വെച്ചാൽ വി പീക്ക്, പീക്ക് വാല്യൂ എന്ന് വെച്ചാൽ ഇത് വി പീക്ക്, ഇത് /π ആണ്. സോറി, വി ആവറേജ് എന്ന് പറഞ്ഞാൽ വി പീക്ക്/π ആണ്. അപ്പം ഇതുവഴി നമുക്ക് ഇത്രയും തന്നെ ഉള്ള, അതായത് ഒരു ഫുൾ വേവ് കൊടുത്താൽ അത് നമുക്ക് ഒരേ ഡയറക്ഷനിലേക്കായിട്ട് കിട്ടി നമ്മൾ 4 ഡയോഡ് വെച്ചപ്പോൾ. ഇനി ഇതിനെ DC എങ്ങനെ ആക്കാമെന്ന് നമുക്ക് ആക്ച്വൽ ഹാർഡ്വെയർ സർക്യൂട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ വീഡിയോ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെ നമുക്ക് ഒരു ചെറിയ കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ ഒരു DC ആക്കി മാറ്റാം. അത് നമുക്കൊന്ന് വീഡിയോയിൽ ശ്രദ്ധിക്കാം. ഈ കാണുന്നത് ഡയോഡാണ്. നിങ്ങൾ കാത്തോഡും ആനോഡും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഞാനിപ്പോൾ ഒരു സിംഗിൾ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 50 Hz 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. അതായത് ഒരു പോസിറ്റീവ് പീക്ക് മുതൽ നെഗറ്റീവ് പീക്ക് വരെയാണ് 10 വോൾട്ട്, അതായത് പീക്ക് 5 വോൾട്ട് ആണ്. എന്നിട്ട് ഞാൻ അതേ സാധനം ഫംഗ്ഷൻ ജനറേറ്റർ കൊടുത്തിരിക്കുന്നത് തന്നെ ഞാൻ കൊടുത്തു തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനതൊരു CROയിൽ കണക്ട് ചെയ്തു. CRO ആണ് ഈ കാണുന്നത്. CROയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് നമ്മൾ കൊടുത്ത സൈൻ വേവ് തന്നെ നമുക്ക് കിട്ടണം. ഇതാ സൈൻ വേവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ട പോലെ 5 വോൾട്ട് ആണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കിൾ മാത്രമാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സൈക്കിൾ മാത്രമാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മാക്സിമം വോൾട്ടേജ് 5.6 വോൾട്ടാണ് കാണുന്നത്.
പീക്ക് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് കൊടുത്തത്. ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഉള്ളതാണ്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഈ കാണുന്നത് ഒരു സൈനസോയ്ഡൽ വേവ്. അത് നമ്മൾ ഇത്തവണ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ, ബ്രിഡ്ജ് റെക്ടിഫയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ 4 ഡയോഡ് കണ്ടു കാണുമല്ലോ, നമ്മൾ നേരത്തെ സർക്യൂട്ടിൽ കണ്ടു. അതുപോലെ ഇതിനും നമ്മൾ ഇൻപുട്ട് സൈഡിൽ AC ഇൻപുട്ട് കൊടുത്തു എന്ന് ഞാൻ വരച്ച് കാണിച്ചില്ലേ, ആ സൈഡിലേക്കാണ്, അതേ രീതിയിലാണ് നമ്മൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നത്. 4 ഡയോഡുണ്ട്. ഗ്രൗണ്ട് കണക്ട് ചെയ്തു. നമ്മളിപ്പോൾ CROയിൽ ഒബ്സർവ് ചെയ്യാണ്. ഇത്തവണ 2 ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ചെയ്തിരിക്കുന്നു. ഒരു സൈക്കിളിൽ 2 ഡയോഡ് D1 D3 കണ്ടക്ട് ചെയ്യും നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ മറ്റേ സൈക്കിളിൽ D2 D3 D4 കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് സൈനസോയ്ഡൽ വേവ് ഒരേ ഡയറക്ഷനിലായിട്ട് കിട്ടും. ഇതിനെയാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, പക്ഷേ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊരു റാ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ട DC എങ്ങനെയാണ്, ഒരു സ്റ്റഡി ലൈൻ പോലെയാണ്. അപ്പോൾ ഈ റെക്ടിഫൈഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റഡി വേവ് കിട്ടാനായിട്ട് നമുക്കൊരു കപ്പാസിറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെ സംഭവിക്കുന്നു, ഒരു കപ്പാസിറ്റർ വെക്കുമ്പോൾ അതെങ്ങനെ DC കിട്ടുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ കാണുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കപ്പാസിറ്ററാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് റെക്ടിഫൈഡ് ഔട്ട്പുട്ടാണ്. ഇനി ഞാൻ ഔട്ട്പുട്ടിലെ കപ്പാസിറ്റൻസ് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നമുക്കിപ്പോൾ ഒരു സ്റ്റഡി DC കിട്ടി. ഇതിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും? 3.2 വോൾട്ട്. അതെന്താണ് 3.2 വോൾട്ട്? നമ്മൾ നേരത്തെ കണ്ടു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 2Vm/π ആണ്. ഇവിടെ നമ്മൾ കൊടുത്ത പീക്ക് വോൾട്ടേജ് 2 × 5/π, അതായത് 10/3.14 എന്ന് പറഞ്ഞ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഏകദേശം 3.4 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് നമ്മുടെ DC വോൾട്ടേജിൽ കിട്ടിയത്. ഒന്നുകൂടെ ഇവിടെ ശ്രദ്ധിക്കുക. ഞാനിവിടെ നമ്മുടെ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണ്. കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു DC വോൾട്ടേജ് കിട്ടി. DC വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടോ, 3.4 വോൾട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2Vm/π ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വാല്യൂ നമുക്ക് കിട്ടുന്ന DCയുടെ വാല്യൂ ആണ്. അത് 2 മാച്ചിങ് ആണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തത് 5 വോൾട്ട് ആയിരുന്നു. VM അല്ലെങ്കിൽ V പീക്ക് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. അപ്പോൾ 10/3.14 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് വോൾട്ടേജ്. അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ആവറേജ് വോൾട്ടേജ് 2Vm/π, 3.4 to 6 വോൾട്ടാണ് കിട്ടുന്നത്.